അതല്ല ജ്ഞാനോദയം LP സ്കൂളിൽ മുൻ അധ്യാപക റിട്ടയർഡ് ചെയ്ത ജമീല ടീച്ചർ സംഭാവന ചെയ്ത പാർക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് നിർവഹിച്ചിരിക്കുന്നത്. ആ പാർക്കിൽ കുട്ടികൾ കളിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. മാതൃകാപരമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ഇത് സ്കൂളിന് വേണ്ടി കുട്ടികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു മാതൃക തന്നെയാണ്. ഒരു റിട്ടയേർഡ് അധ്യാപിക അവർ പോകുമ്പോൾ ഒരു പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ തുക സ്കൂളിനെ ഏൽപ്പിക്കുകയും ആ പാർക്ക് പൂർത്തിയായി കുട്ടികളുടെ സന്തോഷം, അതുപോലെ തന്നെ ഇവിടെ അധ്യാപകരെയും ആ ജമീല ടീച്ചറുടെ സന്തോഷമൊക്കെ അതൊരു നാടിന് നമുക്ക് ഒരു മാതൃക തന്നെ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും തർക്കമില്ല. എന്തായാലും ഇത് മറ്റുള്ള അധ്യാപകരും കണ്ട് ഇതുപോലെ സ്കൂളിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും. അപ്പം ഈ പാർക്ക് സംഭാവന ചെയ്ത റിട്ടയർഡ് അധ്യാപിക ജമീല ടീച്ചർ മുഖത്ത് വളരെ സന്തോഷമാണ്. കാരണം കുട്ടികൾക്കും അവരുടെ സന്തോഷവും ജമീല ടീച്ചറുടെ സന്തോഷം മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്താണ് ഇങ്ങനെ ഒരു പാർക്കിന് വേണ്ടി ഒരു കാര്യം ചെയ്യാമെന്നുള്ള റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് തോന്നിയത്? ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് സംഭാവന നൽകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തീരുമാനത്തിലെടുത്തത്. ആദ്യം മനസ്സിൽ വന്നത് ഇങ്ങനെ പാർക്ക് തന്നെയാണോ അല്ല മറ്റെന്തെങ്കിലും ആയിരിക്കണോ എന്നൊക്കെ ചിന്തിച്ചു? അല്ല, പാർക്ക് തന്നെയായിരുന്നു നേരത്തെ മനസ്സിൽ. സ്കൂളിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കൂട്ടാനും കുട്ടികൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർക്ക് എന്നുള്ളതിലേക്ക് എത്തിയത്. ആദ്യം തന്നെ ഞാൻ അതല്ല. എനിക്കൊന്ന് പഠനത്തോടനുബന്ധിച്ച് തന്നെ കുട്ടികളുടെ മാനസികമായ സന്തോഷവും കൂടി ഉണ്ടാകുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാവണമെന്നുള്ള ടീച്ചർ ഈ പഠനകാലത്തെ അല്ലെങ്കിൽ ആ അധ്യാപക വൃത്തിയുള്ള സമയത്ത് തന്നെ മനസ്സിൽ കുറിച്ചിട്ട ഒരു സംഭവം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ കുറവ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളാത്തൊരവസ്ഥ. അപ്പോൾ അതിന് പറ്റിയൊരു സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനം. മുറ്റത്തൊക്കെ കളിക്കാന്നൊക്കെ പറഞ്ഞാലും അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സ്കൂളിൽ ഒരുക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വലിയൊരാഗ്രഹമായിരുന്നു. ഏതായാലും ഞാൻ പിരിഞ്ഞു പോയിട്ടാണെങ്കിൽ ഈ സ്കൂളിൽ നടപ്പിലാക്കിയത് ജീവിതത്തിൽ മറ്റൊരു വളരെ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും വളരെ നന്ദി, സന്തോഷം. എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ മുന്നിൽ ജ്ഞാനോദയ LP സ്കൂളിലെ ടീച്ചേഴ്സാണുള്ളത്, അതുപോലെ തന്നെ രക്ഷിതാക്കളുമുണ്ട്. അപ്പം വളരെ സന്തോഷം, കാരണം എല്ലാവരുടെ മുഖത്ത് വളരെ സന്തോഷമാണ് ഇന്ന്.
അതെന്താണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഒരു പാർക്കിൻ്റെ ഉദ്ഘാടനം കുട്ടികൾക്ക് വേണ്ടി മുൻ അധ്യാപിക റിട്ടയേർഡ് HM ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പം ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ഇങ്ങനൊരു പാർക്ക് ഇവിടെ വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ടീച്ചർ റിട്ടയർമെന്റിന്റെ സമയത്ത് ഞങ്ങളോട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മളെ ഇപ്പം എന്താ പറയുക, എല്ലാ കുട്ടികൾക്കും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്കൂളാണല്ലോ. അപ്പോൾ നമുക്കും ഒരു സൗകര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാനിത് ചെയ്തു തരും. പക്ഷെ അന്ന് ഞാൻ അത് സ്റ്റേജിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സസ്പെൻസ് തന്നത്. പക്ഷെ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കായിരിക്കും എന്നുള്ളത് ഞാനും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. വളരെ സന്തോഷം. കുട്ടികൾക്ക് അതൊരു കളിസ്ഥലം കൂടിയാണ്, കുട്ടികൾക്ക് വ്യായാമം കൂടിയാണ് അല്ലേ? അതെ, പഠനത്തോടൊപ്പം ഇതുപോലുള്ള കളിസ്ഥലങ്ങൾ വേണം അല്ലേ? 50% പഠനവും 50% കളിയാണ്. കളിയിൽ കൂടി പഠിക്കാൻ സാധിക്കും. അവരുടെ മാനസികമായ സന്തോഷവും മാനസികമായിട്ട് ഒരു ഇന്നലെ വൈകുന്നേരം വരെ ഇതിവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ. പക്ഷെ ഒരാൾ പോലും അങ്ങോട്ടേക്ക് കയറിയിട്ട് ഞങ്ങളെ നാടിക്കോട്ടെ ടീച്ചറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഉദ്ഘാടനമൊക്കെ സമയത്ത് ഒരു പെട്ടെന്ന് കയറിയാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ. എന്താ രക്ഷിതാന്ന് എനിക്ക് പറയാനുള്ളത്? രക്ഷിതാവിലേക്ക് വളരെ സന്തോഷം. കുട്ടികൾക്ക് ഇങ്ങനൊരു പാർക്ക് വന്ന ജമീല ടീച്ചർക്ക് അതിൽ നിന്ന് നന്ദി പറയാണ്. അതോടൊപ്പം കുട്ടികൾക്ക് എല്ലാ സ്കൂളിലും ഇപ്പോൾ പാർക്ക് അതുപോലത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈ ഒരു പാർക്ക് വന്നതിൽ അതിയായ സന്തോഷം. ഇതൊരു മാതൃകയാകട്ടെ മറ്റ് അധ്യാപകർക്ക് ഒരു മാതൃകയാകട്ടെ. താങ്ക് യു. നമ്മുടെ കൂടെ ഇപ്പം സ്കൂൾ പ്രധാന അധ്യാപിക ജാസ്മിൻ ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ്. ജാസ്മിൻ ടീച്ചർ ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചു. ഇത് ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിലാണ് ഈ പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ജാസ്മിൻ ടീച്ചർ, എത്ര ദിവസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഏകദേശം ഞങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ ഇത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വളരെ സന്തോഷവും അവർക്ക് ഉല്ലാസത്തിനും വൈകുന്നേരങ്ങളിലൊക്കെ 3:30 ടൈമിലൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല ഒരു ആണ് പാർക്ക്. പിന്നെ ഇത് ടീച്ചർ ഒരു കുറേ പറഞ്ഞിട്ട് കുറച്ചായി. പക്ഷേ എന്നിരുന്നാലും ഈ ആഗസ്റ്റ് 15 ഒരു ഓർമ്മിക്കത്തക്ക ദിവസം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതിൽ മക്കൾക്കും വലിയൊരു സന്തോഷം. ഇത്തരം പാർക്കുകൾ എനിക്കൊന്ന് പഠനത്തിന് കുട്ടികൾക്ക് സഹായകരമാകില്ലേ? അതെ, പഠനത്തിന് വ്യായാമത്തിനും അവരുടെ മാനസിക ഉല്ലാസത്തിനൊക്കെ ഈ പാർക്ക് വളരെ സൗകര്യം തന്നെയാണ്. ഇപ്പം ഒന്നാമത്തെ കളിയിലൂടെയുള്ള ഈ പഠനത്തിൽ ഇപ്പോഴത്തെ പുതിയ പഠനത്തിൽ വളരെയധികം പ്രചോദനം തന്നെയാണ് ഈ പാർക്ക്. എന്തായാലും വളരെ സന്തോഷം. എനിക്കൊന്ന് പേരാമ്പ്ര പഞ്ചായത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് പരിധിയിലുള്ള സ്കൂളിലൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ പലരുടെയും പാർക്കുകളില്ല, കുട്ടികൾക്ക് കളിസ്ഥലമില്ല, അങ്ങനത്തെ ഒക്കെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം ഈ ജ്ഞാനോദയ LP സ്കൂളിൽ നിങ്ങൾ എന്തായാലും സന്ദർശിക്കണം. മറ്റുള്ള സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ഇവിടെ സന്ദർശിച്ചിട്ട് ഇവിടെ നടത്തുന്ന ചില മാതൃകാ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ അധ്യാപകർക്ക് ഒരു പ്രത്യേക ബിഗ് സെലൗട്ട് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ജാസ്മിൻ ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ടീച്ചർക്കും ടീമിനും എല്ലാവിധ ആശംസകളും. അപ്പം നമ്മോടൊപ്പം 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അവിടെ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ പാർക്ക് ഉദ്ഘാടനം ചെയ്തോട്ട്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനത്തില്ലേ, ലഡു കിട്ടി, പായസം കിട്ടി, പാർക്കും കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ട, സന്തോഷമായി. എന്താണ് പറയാനുള്ളത്? ഈ പാർക്ക് അനുഭവിച്ചു തന്നാൽ എന്താ ടീച്ചറോട് എന്താ പറയാനുള്ളത്? നന്ദിയുണ്ട് അല്ലേ? മറക്കാൻ പറ്റാത്ത സന്തോഷവും നന്ദിയുണ്ട്. നന്ദിയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു രക്ഷിതാവുണ്ട് ഇവിടെ. അദ്ദേഹം പായസം കുടിക്കുകയാണ്. പായസം കുടിക്കുന്ന തിരക്കിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്ന് ഏറ്റവും കുട്ടികൾക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് ഇവിടുന്ന് പിരിഞ്ഞ അധ്യാപിക അവർ സംഭാവന ചെയ്ത ഒരു പാർക്കിൻ്റെ ഉദ്ഘാടനം ചെയ്തതാണ്. ഈ പാർക്ക് ഇതുപോലെ മറ്റു പല സ്കൂളിലും ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടെ കുട്ടികൾക്ക് കിട്ടിയത്. എന്താണ് ഈ അവസരത്തിൽ പറയുന്നത്? സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതെ, വേറൊരു സ്കൂളില്ലാത്തൊരു സംഭവമാണ്. അതെ, നമ്മൾ നല്ലൊരു കാര്യം കൂടിയാണ്. ഏതൊരു സ്കൂൾ നമ്മൾ ചെന്ന് നോക്കിയാലും കുട്ടികൾക്ക് മൈതാനി മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് നോക്കിയാൽ ഇപ്പോൾ ഒരു പാർക്കിനുള്ളിൽ കുട്ടികൾ കളിക്കുന്നു. അതെ, ഇതൊരു കായിക വിനോദം അല്ലേ ആണല്ലേ? യെസ്. ഇതിൽ എനിക്ക് ഇപ്പം തോന്നുന്നത് നമ്മുടെ സ്കൂളിലെ കായിക വിദ്യാഭ്യാസം വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണുള്ളത്. കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല പല സ്കൂളിലും. അപ്പോൾ ഇതൊരു തുടക്കം തന്നെയായിരിക്കും. കുട്ടികളെ കായികമായിട്ട് അവരെ വ്യായാമമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അവർ കായിക വിനോദത്തിലും അതിലൊക്കെ തന്നെ അവർക്ക് ഇടപെടാൻ സാധിക്കും. എന്തായാലും നല്ലൊരു ദിവസമാണ് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ ഈ ഒരു പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ നമ്മുടെ ഒപ്പം മഞ്ജു ടീച്ചർ ഇവിടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് നമ്മളൊരു പാർക്ക് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനത്തിൽ. കുട്ടികൾക്ക് പായസം കൊടുക്കുന്നതോ ലഡു കൊടുക്കുന്നതോ ഒക്കെ തിരക്കിലാണ് ഞാനിങ്ങനെ സംസാരിപ്പിക്കുന്നത്. ടീച്ചറെ, എന്താണ് ഇപ്പോൾ ഈ സമയത്ത് തോന്നുന്നത്? ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇതുവരെ ഇവർക്ക് കായികമായിട്ടൊരു വിനോദം, ഇവർക്ക് ഗ്രൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജമീല ടീച്ചർ ഇത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചത് കൊണ്ട് നമുക്കൊരു കായികത്തിന് കൂടി ഇതൊരു തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് അതെന്താണ് കുട്ടികളിലേക്ക് സ്പോർട്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ കുട്ടികളും വളരെ സന്തോഷത്താണ് ഇരിക്കുകയാണ്. അവരെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. അപ്പോൾ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാം. ഒരുപാട് സന്തോഷം. ഒരു നല്ല ദിവസം, സ്വാതന്ത്ര്യ ദിവസം തന്നെ കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. വളരെ സന്തോഷം ടീച്ചറെ, താങ്ക് യു. നമ്മുടെ ഒപ്പം PTA പ്രസിഡന്റ് PK ഷൈജു ചേരുന്നുണ്ട്. ഈ പാർക്കൊക്കെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വളരെയധികം കഠിന പ്രയത്നം ചെയ്ത വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ എല്ലാ പരിപാടിയിലും സജീവമായിട്ട് ഇടപെടുന്ന, സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടുന്ന PK ഷൈജു ഉണ്ട്. ഇന്ന് എന്താണ് ഷൈജു, എല്ലാ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്? അതെ, കുട്ടികൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം ആഘോഷിക്കുമ്പോൾ ഇന്ന് ജ്ഞാനോദയം സ്കൂൾ മൊത്തം നല്ലൊരു സന്തോഷത്തിലാണ്. 2 വർഷം മുന്നേ ഇവിടുത്തെ പ്രധാനാധ്യാപിക ആയിരുന്ന ജമീല ടീച്ചർ പിരിഞ്ഞു പോകുമ്പോൾ ഈ സ്കൂളിന് വേണ്ടി ഒരു പാർക്ക് എന്നുള്ള സ്വപ്നം അതിൻ്റെ ആദ്യത്തെ ഗഡു നൽകിയാണ് പോയത്. 2 വർഷം കൊണ്ട് നല്ല രീതിയിലുള്ളൊരു പാർക്ക് ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു വളരെ സന്തോഷകരമായൊരു ദിവസത്തിലാണ് ഇന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സിലും ഒക്കെ തന്നെ ഉള്ള ഒരു ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു ആലോചന കൂടി ഞങ്ങൾ PTA എന്നുള്ള നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. സ്പോർട്സിൽ കുട്ടികൾക്ക് ഒരു മുന്നോട്ടേക്ക് ഇത് സഹായകരമാകും എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പം PTA പ്രസിഡന്റ് നമ്മൾ പറഞ്ഞത്. സ്പോർട്സിൽ പല സ്കൂളുകൾക്കും അതിന് സാധ്യത ഉണ്ടാവാറില്ല. കാരണം വെച്ചാൽ അതിനുള്ള കളിസ്ഥലങ്ങളോ അതിന് വ്യായാമം ചെയ്യാനോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ PTA ടീച്ചേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഇതിനൊരു തുടക്കം തന്നെ കുറിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും സാധാരണമായ കാര്യമാണ്. ഇതുപോലെ എല്ലാ സ്കൂളിലും നടന്നു കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോടിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ മുന്നിലേക്ക് ഇതുപോലുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിനൊക്കെ ഒരു തുടക്കമാകട്ടെ. PTA പ്രസിഡൻറ്റും അതുപോലെ തന്നെ ടീമായിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. താങ്ക് യു. അപ്പം മൊയ്തീൻ നമ്മളോട് ചേർന്നുണ്ട്. ഇന്ന് നല്ലൊരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ജമീൽ ടീച്ചറാണ് ഇത് സ്പോൺസർ ചെയ്ത് അല്ലേ? എന്താണ് പറയാനുള്ളത്? പറയാനില്ല, നല്ലൊരു കാര്യം എന്തെന്നാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു കാര്യം. അതിന് ഇത് ടീച്ചറോട് നന്ദി പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുടെയൊക്കെ സന്തോഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പാർക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ്. സ്വാതന്ത്ര്യദിനത്തിൽ അവർക്ക് ഒരു പാർക്ക് ലഭിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷം തന്നെയാണെന്ന് നമുക്കിതാ ഈ ദൃശ്യത്തിൽ തന്നെ കാണാം. അവരൊക്കെ കണ്ടില്ലേ, കളിക്കുന്നുണ്ടില്ലേ?